ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഉൽപ്പന്നം ഏതാണെന്ന് അറിയാമോ? അത് പെട്രോളോ സ്വർണമോ ഒന്നുമല്ല. സ്മാർട്ട് ഫോണുകൾ മുതൽ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ വരെ നിയന്ത്രിക്കുന്ന വെറും 2 സെന്റിമീറ്റർ വലിപ്പമുള്ള കമ്പ്യൂട്ടർ ചിപ്പുകളാണ്. ലോകം മുഴുവൻ ഈ ചിപ്പുകൾക്കായി യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ സ്ട്രാറ്റജിക് നീക്കം നടത്തുകയാണ്. ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ പുതിയ സെമി കണ്ടക്ടർ മിഷൻ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. എന്താണ് ഈ ചിപ്പ് വിപ്ലവം? ഇന്ത്യക്ക് ഇത് എത്രത്തോളം പ്രധാനമാണ്? നമുക്ക് നോക്കാം. എന്താണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ? ലളിതമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ബ്രെയിൻ ആണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. നമ്മുടെ കയ്യിലുള്ള ഫോൺ, വീട്ടിലെ ലാപ്ടോപ്പ്, നമ്മൾ യാത്ര ചെയ്യുന്ന കാറുകൾ, എന്തിന് AI സെർവറുകളും മിസൈലുകളും പോലും ഈ ചെറിയ ചിപ്പുകൾ ഇല്ലാതെ പ്രവർത്തിക്കില്ല. ഇന്ന് ചിപ്പുകൾ എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും സുരക്ഷയുടെയും ഭാഗമായി മാറിക്കഴിഞ്ഞു. ലോകം എന്തിനാണ് പേടിക്കുന്നത്? ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ് ആയ ചിപ്പുകളുടെ വലിയൊരു ഭാഗവും നിർമ്മിക്കുന്നത് തായ്വാനിലാണ്. അതുകൊണ്ട് തന്നെ ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ആഗോള വിപണിയെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. ചിപ്പ് സപ്ലൈയിൽ ഒരു തടസ്സം വന്നാൽ ലോകത്തെ കാർ ഫാക്ടറികളും ഇലക്ട്രോണിക്സ് വിപണിയും പൂർണ്ണമായും നിശ്ചലമാകും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇന്ത്യ സ്വന്തമായി ചിപ്പ് നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്നത്. ഇന്ത്യയുടെ വമ്പൻ പദ്ധതി. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ 2ാം ഘട്ടം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് സർക്കാർ ഇതിനായി മാറ്റിവെക്കുന്നത്. വെറും ചിപ്പ് ഫാക്ടറികൾ മാത്രം നിർമ്മിക്കുകയല്ല ഇതിന്റെ ലക്ഷ്യം. ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ കെമിക്കലുകൾ, ഗ്യാസുകൾ, റോ മെറ്റീരിയലുകൾ എന്നിവ നൽകുന്ന ഇന്ത്യൻ കമ്പനികളെയും MSMEകളെയും വളർത്തിയെടുക്കുക എന്ന സ്ട്രാറ്റജിക് മാറ്റമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ടാറ്റയും മൈക്രോണും ഇതിനോടകം തന്നെ ടാറ്റ ഗ്രൂപ്പും തായ്വാനിലെ PSMCയും ചേർന്ന് ഗുജറാത്തിൽ വലിയൊരു ചിപ്പ് ഫാക്ടറിയുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ കമ്പനിയായ മൈക്രോണിന്റെ പാക്കേജിംഗ് യൂണിറ്റും ഇന്ത്യയിൽ സജീവമാവുകയാണ്. 1ാം ഘട്ടത്തിൽ ഏകദേശം 1.6 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ. ഈ ചിപ്പ് മിഷൻ വിജയിച്ചാൽ ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ചെറുതല്ല. 1. ആയിരക്കണക്കിന് ഉയർന്ന ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ. 2. ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറയുന്നു. 3. ഇന്ത്യയെ ഒരു ആഗോള ഇലക്ട്രിക് മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റാൻ സാധിക്കും. 4. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ചിപ്പുകൾ വരുന്നത് വഴി ഇലക്ട്രോണിക് സാധനങ്ങളുടെ വില കുറയാനും ഇത് സഹായിക്കും. വെല്ലുവിളികൾ. എന്നാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിപ്പ് നിർമ്മാണം എന്നത് ലോകത്തിലെ ഏറ്റവും കഠിനമായ വ്യവസായങ്ങളിൽ ഒന്നാണ്. ഇതിന് കോടികളുടെ നിക്ഷേപം മാത്രം പോരാ. അതിസങ്കീർണമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും പൊടിപടലങ്ങൾ ഒട്ടുമില്ലാത്ത അൾട്രാ ക്ലീൻ ഫാക്ടറികളും ആവശ്യമാണ്. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ വെല്ലുവിളികൾ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭാവിയിൽ സ്മാർട്ട് ഫോണുകൾ മാത്രമല്ല, അവയെ നിയന്ത്രിക്കുന്ന ചിപ്പുകളും മെയ്ഡ് ഇൻ ഇന്ത്യയായി ലോകം മുഴുവൻ എക്സ്പോർട്ട് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ക്രെഡിബിൾ ആയ ബിസിനസ് വാർത്തകൾക്കും സാമ്പത്തിക വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.